അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിൽ ഒരിക്കൽ കൂടെ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെപ്പാൻ ദൈവം നൽകി തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിലൂടെ കഴിഞ്ഞ ദിവസം സക്കായിയെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്തു. അതിൽ നിന്നും ഒരു ഭാഗം കൂടി അടർത്തിയെടുത്ത് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെപ്പാനാണ് ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഇപ്രകാരം കാണുന്നുണ്ട്: അവനും അബ്രാഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നുവെന്നും യേശു പറഞ്ഞു. ആരായതുകൊണ്ട്? അബ്രാഹാമിന്റെ മകനായതുകൊണ്ട്. മത്തായി സുവിശേഷം യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ അബ്രാഹാമിന്റെ മക്കൾ എന്ന് പറയുകയും അവന്റെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിനെ യേശു ശാസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നത് ഇവന് അബ്രാഹാമിന്റെ മകനെന്ന് യേശു സ്പഷ്ടമായി അവനെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി അബ്രാഹാമിന്റെ മകനായി മാറുവാനുള്ള സാഹചര്യം ഉടലെടുക്കുന്നത്? സക്കായിയുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാമെങ്കിൽ അവനെ യേശു വിളിച്ച് മരത്തിൽ നിന്ന് ഇറക്കുന്നുണ്ട്. അവന്റെ കൂടെ യേശു നടക്കുന്നുണ്ട്. അവന്റെ ഭവനത്തിൽ യേശു ചെന്ന് പാർക്കുന്നുണ്ട്. യേശുവുമായുള്ള സാമീപ്യം, യേശുവുമായുള്ള സഹവാസമാണ് ചില തിരിച്ചറിവിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരുവനും അബ്രാഹാമിന്റെ മകനാകുവാനുള്ള മകളാകുവാനുള്ള യോഗ്യതകൾക്ക് തടയിടുന്നത് നമുക്ക് കാണാൻ കഴിയുമ്പോൾ യേശുവുമായി അടുത്ത് ജീവിപ്പാൻ, ആ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് കഴിയണം. ഈ സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിട്ടാണ് അവൻ ഓടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. നമ്മുടെ കുറവുകളിൽ നിന്ന് വെളിപ്പെടുന്ന അത്ഭുതത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ആ വീഡിയോ നിങ്ങൾ കാണാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സക്കായിയുടെ ജീവിതത്തിൽ അന്ന് ഞാൻ പറഞ്ഞത് സക്കായി തൻ്റെ കുറവ് മനസ്സിലാക്കി എന്നുള്ളതാണ്. നോക്കൂ, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കുറവാണ് അവന് പൊക്കം കുറവായിരുന്നു എന്നുള്ളത്. സക്കായിക്ക് യേശുവിനെ കാണാൻ തടസ്സമായി നിന്നത് രണ്ടുവിധ തടസ്സങ്ങളാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു: അവൻ പൊക്കം കുറവുള്ളവനായിരുന്നത് കൊണ്ട് പുരുഷാര നിമിത്തം യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. രണ്ട് തടസ്സങ്ങളാണ് യേശുവിനെ കാണുവാൻ സക്കായിയുടെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഒന്ന്, അവന് പൊക്കം കുറവായിരുന്നു. രണ്ട്, പുരുഷാര നിമിത്തം. ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശുവുമായി അടുത്ത ബന്ധം സ്ഥാപിപ്പാൻ നമ്മൾ പറയുന്ന പരാതികൾ, നമ്മൾ കണ്ടെത്തുന്ന വഴികൾ വിചിത്രമാണ്. അതിങ്ങനെയാണ്: സഭയുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, മറ്റു വ്യക്തികളുടെ പ്രശ്നങ്ങൾ, സാഹചര്യത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന മേഖലകളിൽ വിരൽ ചൂണ്ടിയിട്ട് ഇതാണ് എനിക്ക് തടസ്സമെന്ന് നാം മുദ്രകുത്തി വെക്കുമ്പോഴും സക്കായിയുടെ ജീവിതത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം എങ്ങനെയാണ്? സമൂഹം ഉയർന്നു നിൽക്കുമ്പോൾ, പുരുഷാരത്തിന്റെ തിക്കിലും തിങ്ങലിലും യേശു നടന്നു വരുമ്പോഴും പുരുഷാര നിമിത്തം കാണുവാൻ അവന് കഴിഞ്ഞില്ലെങ്കിലും പുരുഷാരത്തെ മാറ്റിയിട്ട് കാണാൻ അവന് കഴിയുകയില്ല എന്നൊരു ബോധ്യം വന്നപ്പോൾ തൻ്റെ കുറവിനെ പരിഹരിക്കാൻ അവൻ തയ്യാറായി മുൻപോട്ടോടി ഒരു കാട്ടത്തിമേൽ കയറുന്നത് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ, ഇന്ന് ആത്മീക നിലവാരത്തിൽ യേശുവുമായൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ തടസ്സമായി നാം കണ്ടിരിക്കുന്ന നമ്മുടെ സാഹചര്യത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, സഭയുടെ ദേവദാസന്മാരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിർത്തിയിട്ട് ദൈവത്തോട് പറ, എന്നിലാണ് പ്രശ്നമുള്ളത്, എൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ കാണേണ്ടവനെ കാണാൻ, അനുഭവിക്കേണ്ടതുപോലെ അനുഭവിപ്പാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് സത്യം കേട്ടോ. കാണേണ്ടവനെ കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ പൊക്കക്കുറവൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കുറവുള്ളവളായിക്കട്ടെ, കുറവുള്ളവനാകട്ടെ, യേശുവുമായൊരു എൻകൗണ്ടർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുറവുകളെ പരിഹരിക്കുന്ന ആത്മസാന്നിധ്യം നിങ്ങളിൽ വെളിപ്പെടുന്നത് കാണാൻ കഴിയും. യേശു സക്കായിയുടെ കൂടെ ഇറങ്ങി അവന്റെ കൂടെ നടന്ന് അവന്റെ ഭവനത്തിൽ വസിക്കാൻ വേണ്ടി പോകുമ്പോൾ ആളുകൾ പിറുപിറുക്കുന്നുണ്ട്, അവൻ പാപിയായ ഒരു മനുഷ്യന്റെ കൂടെ പാർക്കാൻ പോകുന്നുവെന്ന്. ആളുകൾ എന്തും പറയട്ടെ എന്ന്. വ്യക്തിപരമായൊരു ബന്ധം യേശുമായി എനിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞ എന്നിൽ വരുന്ന മാറ്റം കണ്ട് ചിലർ അത്ഭുതപ്പെടുന്ന മേഖലകളിലേക്ക് സാഹചര്യങ്ങൾ തിരിയപ്പെടും. ഈ സക്കായിയുടെ ഭവനത്തിലിരുന്നു കൊണ്ടാണ് യേശു ഈ പ്രസ്താവന പറയുന്നത്: ഇവനും അബ്രാഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഒരു വീടിന് രക്ഷ വരുത്തുന്ന സക്കായി എന്ന് പറഞ്ഞു ഒരു വ്യക്തി. നിങ്ങളിലൂടെ മാത്രം, നിങ്ങൾ ഒരാൾ ചിന്തിച്ചാൽ, നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഭവനത്തിന് രക്ഷ വരുന്ന മേഖലകളിലേക്ക് ചില സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന്, നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടവളായി ഇറങ്ങിത്തിരിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാന്യത ലഭിക്കുന്നില്ല, എന്തുകൊണ്ട് സ്വസ്ഥത ലഭിക്കുന്നില്ല, എന്തുകൊണ്ട് സാഹചര്യം പ്രതികൂലമായി നിൽക്കുന്നു എന്ന് ചോദിച്ച് ദൈവം നിങ്ങൾക്ക് തരുന്ന മറുപടി: നിങ്ങളെ ഞാൻ വിളിച്ചത് ഒറ്റയ്ക്കല്ല, നിങ്ങളിലൂടെ ചിലരെ നേടാൻ, നിങ്ങളുടെ കുടുംബത്തെ നേടാൻ എനിക്ക് പദ്ധതിയുള്ളപ്പോൾ അതിന്റെ റിസൾട്ടുകൾ വെളിപ്പെടുന്ന നിലയിലേക്ക് സാഹചര്യങ്ങളെ തിരിക്കാൻ സാധ്യതകൾ പുറത്തു വരുമെന്ന് ദൈവം പറയുകയാണ്.
അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളിൽ നിന്ന് ഒരു കുടുംബത്തെ ഉദ്ധരിച്ചെഴുന്നേൽപ്പിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്നേ. നിങ്ങളിലൂടെ ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് ചില ആഗ്രഹമുണ്ടെന്നേ. അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുക. തളരരുത്, പതരരുത്. കഷ്ടതയിലും പ്രശ്നത്തിലും പ്രതിസന്ധികളും ആളുകൾ പിറുപിറുക്കുന്ന സാഹചര്യത്തിലും ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിലും അല്ലല്ല, കൂടെ നിൽക്കേണ്ടവൻ കൂടെയുണ്ട്. കൂടെ വസിക്കേണ്ടവൻ നിങ്ങളുടെ കൂടെ വസിക്കുന്നുണ്ട്. അവന്റെ സാന്നിധ്യം നിങ്ങളെ അബ്രാഹാമിന്റെ മക്കളാക്കി മാറ്റുമെന്നുള്ളത് മറന്നുപോകല്ലേ. സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവനുണ്ടായ മാനസാന്തരമാണെന്ന് പലരും പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ മാനസാന്തരത്തിലൂടെയല്ല സക്കായി അബ്രാഹാമിന്റെ മകൻ എന്ന പദവിയിലേക്ക് യേശു കൈപിടിച്ച് ഉയർത്തി അങ്ങനെ ഒരു പേര് അവനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു അവനെ അപ്രകാരം അതിസംബോധന ചെയ്യുന്നത്? അവനും അബ്രാഹാമിന്റെ മകനെന്ന് റീസൺ ഒന്നേ ഉള്ളൂ. അവനുണ്ടായ തിരിച്ചറിവിനപ്പുറത്ത് അവൻ ചെയ്യാൻ തീരുമാനിച്ച ചില കാര്യങ്ങളിലാണ് തിരിവുകൾ സംഭവിക്കുന്നത്. അപ്പോൾ അവൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച പ്രവൃത്തിയെക്കുറിച്ച് യേശുവിനോട് അവൻ പറയുകയാണ്. അവൻ സമ്പന്നനാണ്, പണമുണ്ട്, അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കാം, ബാക്കി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് 4 ഇരട്ടി ഞാൻ പകരം കൊടുക്കാം. നമ്മുടെ സമ്പത്തൊക്കെ പലപ്പോഴും ആർക്കും ഉപകരിക്കാൻ കഴിയാതെ സെൽഫിഷായി നമുക്ക് മാത്രമെന്ന് ചിന്തിക്കുന്ന ചില മേഖലകളിലേക്ക് യഥാർത്ഥ മാനസാന്തരം പ്രാപിച്ചവൻ പറയും, ഇതെനിക്ക് മാത്രമുള്ളതല്ല, ഇത് മറ്റുള്ളവർക്ക് കൂടെ അനുഭവിക്കാനുള്ളതാണ്. നമ്മുടെ ദാരിദ്ര്യങ്ങളെല്ലാം മാറട്ടെ, ദൈവം നമുക്ക് നന്മകൾ തരട്ടെ, ദൈവം നമ്മെ സാമ്പത്തികമായി ഭൗതികമായി അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹങ്ങൾ നമ്മളിൽ മാത്രം നിലനിൽക്കുന്നതല്ല, അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യത്തക്ക രീതിയിലേക്ക് ഒരു വാഞ്ച, ആഗ്രഹം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരട്ടെ. നമ്മൾക്കുള്ളത് നമ്മൾക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് കൂടി കൊടുത്ത് അവരെയും കൂടെ സഹായിപ്പാനും സ്നേഹിപ്പാനും കരുതുവാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ സക്കായിയുടെ ജീവിതത്തിൽ അവൻ സമ്പന്നനായിരുന്നത് കൊണ്ട് തന്നെ അവനുള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം എന്നൊരു ബോധ്യം അവനിലേക്ക് വരുമ്പോൾ അവന്റെ സാമ്പത്തിക സ്ഥിതികൾ പാടെ ഇടിഞ്ഞു പോവുകയാണ്. അവൻ മറ്റുള്ളവർക്ക് 4 ഇരട്ടി മടക്കി കൊടുക്കാമെന്ന് പറയുമ്പോൾ അവന്റെ സമ്പത്തുകൾ അവനിൽ നിന്ന് ചോർന്നു പോവുകയാണ്. ഇല്ലായ്മയിലേക്ക് അവൻ കൂപ്പുകുത്തി വീഴാൻ തുടങ്ങുമ്പോൾ അവന്റെ അകത്തുള്ള ഒരു ബോധ്യമുണ്ട്, ഞാൻ നേടിയ സമ്പാദ്യത്തെക്കാൾ, ഞാൻ കണ്ട സമ്പത്തിനേക്കാൾ ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ക്രിസ്തു എന്നും അവനേറുന്ന തിരിച്ചറിവാണ് അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ അവനെ പ്രാപ്തനാക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയ ഏത് നേട്ടത്തിൽ അപ്പുറത്ത് ഏറ്റവും വിലയുള്ള മൂല്യമുള്ള ഒരു വ്യക്തിയാണ് യേശു എന്നൊരു തിരിച്ചറിവാണ് മറ്റെല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഈ ക്രിസ്തുവിനെ അംഗീകരിപ്പാൻ, അവനുമായൊരു ആത്മബന്ധത്തിലേക്ക് എത്തുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ യേശുവിൽ നിന്ന് എന്തെല്ലാം പ്രാപിക്കാമെന്ന് ആഗ്രഹിച്ച് യേശുവിനെ പിൻപറ്റുന്ന, ഫോളോ ചെയ്യുന്ന ജീവിതങ്ങളോട് ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം, പഴയ നിയമ ജീവിതങ്ങൾ അനുസരിച്ചും യേശുവിന്റെ ശിഷ്യന്മാരുടെ ജീവിത നിലവാരം അനുസരിച്ചും എന്തെങ്കിലും പ്രാപിപ്പാൻ വേണ്ടി യേശുവിനെ അനുഗമിച്ചവരല്ല, ഉള്ളതുകൂടെ വിട്ടുകളഞ്ഞിറങ്ങിയ ഒരു ജനത, ഒരു പാരമ്പര്യം നമുക്കുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കട്ടെ. യേശുവിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും സമ്പത്തും പ്രാപിക്കേണ്ട എന്നല്ല, അതിനപ്പുറത്ത് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് അതിനു വേണ്ടിയല്ല, അവൻ എനിക്ക് വേണ്ടി ചെയ്ത ചില കാര്യങ്ങൾ ഓർത്തിട്ടാണ് അവനെ ഞാൻ പിൻപറ്റുന്നത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈ സക്കായിയുടെ ജീവിതത്തിലും എന്തെങ്കിലും ലഭിക്കും എന്ന് കരുതിയിട്ടല്ല, തനിക്കുള്ളതിനെ നഷ്ടപ്പെടുത്തിയിട്ട് യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യനായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശു തന്നെ പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നിങ്ങൾക്കുള്ള സകലതും വിട്ട് എന്നെ അനുഗമിക്കണം. അപ്പൻ, അമ്മ, ഭാര്യ, കുടുംബക്കാർ, ചർച്ചക്കാർ, നിങ്ങൾക്കുള്ള സമ്പത്ത്, സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ലെന്ന് യേശു പറയുന്നത്. അതെ എന്ന് യേശുവിൻ്റെ ശിഷ്യനായി നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ, യേശുവുമായുള്ള ആ ബന്ധത്തിലേക്ക് എനിക്ക് വരാൻ കഴിയണമെങ്കിൽ അതിന് പണം ഒരു തടസ്സമായി നിൽക്കരുത് കേട്ടോ, സമ്പത്ത് ഒരു തടസ്സമായി നിൽക്കരുത്, സാഹചര്യങ്ങൾ തടസ്സമായി നിൽക്കരുത്, എൻ്റെ കുടുംബം ഒരു തടസ്സമായി നിൽക്കരുത്, എൻ്റെ ജോലി ഒരു പ്രശ്നമായി നിൽക്കരുത്. എല്ലാത്തിനും അപ്പുറത്തും ഏറ്റവും വലിയ സമ്പത്തായി ക്രിസ്തുവിനെ ഞാൻ കാണുന്ന മാത്രയിൽ അവനുമായുള്ള ബന്ധത്തിലേക്ക് ഞാൻ അലിഞ്ഞു ചേരുന്നത് എനിക്ക് കാണാൻ കഴിയും. ഇന്ന് ഇതെന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഏത് വിധത്തിലുള്ള തടസ്സങ്ങളും സാഹചര്യങ്ങളും എല്ലാം യേശുവുമായുള്ള ബന്ധത്തിന് താഴേക്ക് വരട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ഉദ്ധരിച്ച് അബ്രാഹാമിന്റെ മകനെന്നും അബ്രാഹാമിന്റെ മകളെന്നും വിളിപ്പേരിലേക്ക് വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇവനെ ഇങ്ങനെ വിളിക്കാൻ കാരണമായി തീർന്നത്? അവന് വന്ന മാനസാന്തരമല്ല,
അവനെടുത്ത ഡിസിഷനാണ്. അവന്റെ ഡിസിഷനാണ് ഈ പേരിലേക്ക് അവനെ യേശു ഉയർത്തി മാനിച്ചതെങ്കിൽ അവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഡിസിഷനുകൾ അവന്റെ അതരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ യേശുവിനറിയാം ഇത് പ്രഹസനമായിട്ട് പറയുന്നതെല്ലാം അവനുണ്ടായ യഥാർത്ഥ മാനസാന്തരത്തിൽ നിന്നും അവനെടുത്ത ഡിസിഷനാണ് ഇതെന്ന്. ചില ഡിസിഷനുകൾ ഇന്ന് നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കുമെങ്കിൽ, ഇന്ന് നിങ്ങൾ എടുക്കാൻ തയ്യാറാകുമെങ്കിൽ അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവിക കരങ്ങൾ ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇതുവരെ നഷ്ടപ്പെട്ട ചില നഷ്ടങ്ങൾ, ഇതുവരെ ലഭിക്കാതിരുന്ന ചില അനുഭവങ്ങൾ, ഇതുവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ടും നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയാതിരുന്ന വാക്തത്വ വിഷയങ്ങൾ എന്തുകൊണ്ട് താമസിക്കുന്നു, ലേറ്റ് ആകുന്നു എന്നൊക്കെ ചോദിക്കുന്ന ചില മേഖലകളിൽ ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വചനമാണ്. ചില ഡിസിഷനുകളുടെ മേൽ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന സത്യം തിരിച്ചറിയുമെങ്കിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെ മാറിയിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന, ഒതുങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരൊറ്റ ഡിസിഷൻ നിങ്ങളുടെ ലൈഫിനെ തിരിക്കും. ഒരൊറ്റ ഡിസിഷൻ നിങ്ങളുടെ പേരുകളെ മാറ്റും. ഒരൊറ്റ ഡിസിഷൻ യേശുവുമായുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് നിങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത് കാണാൻ കഴിയും. സക്കായിയുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് കൊണ്ടല്ല, അവൻ ആ പ്രവൃത്തി ചെയ്യാമെന്ന് അകത്തെടുത്ത തീരുമാനത്തിൽ നിന്നും പുറത്തു വന്ന വാക്കുകളിലൂടെ യേശുവിന് മനസ്സിലായി അവനെ വിളിക്കുകയാണ്. ഇവനും അബ്രാഹാമിന്റെ മകനായി തീർന്നതിനാൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അബ്രാഹാമിന്റെ മകനായി മാറിയാൽ, അബ്രാഹാമിന്റെ മകളായി മാറിയാൽ ആ അനുഗ്രഹത്തിലേക്ക്, അനുഭവത്തിലേക്ക് നിങ്ങളെയും ദൈവം ഇറക്കുന്നത് കാണാൻ കഴിയും. അബ്രാഹാമിന്റെ മകന് ലഭിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി സമ്പത്തും സമാധാനവും അനുഗ്രഹങ്ങളും നന്മകളും ഒന്നുമല്ല. ഇന്ന് ഈ വീടിനും രക്ഷ വന്നെന്നും യേശു പ്രസ്താവിക്കുമ്പോൾ നഷ്ടപ്പെട്ട് കിടക്കുന്ന ചിലത് രക്ഷയായി നിങ്ങളുടെ ഭവനത്തിൽ എഴുന്നേൽക്കത്തക്ക രീതിയിലേക്ക് അബ്രാഹാമിന്റെ മക്കളായി മാറാൻ ഇന്ന് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും നേടിയില്ലെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കഷ്ടമാണെങ്കിലും സന്തോഷമാണെങ്കിലും, സന്താപമാണെങ്കിലും സന്തോഷമാണെങ്കിലും, അബ്രാഹാമിന്റെ മകനായി മാറിയാൽ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ രക്ഷ വരുമെന്നുള്ളതാണ്. ആ രക്ഷയിലേക്ക് വരാൻ ഇന്ന് നിങ്ങൾക്കും കഴിയട്ടെ. സക്കായിയെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉയർന്നു നിന്നാലും അതിനെയെല്ലാം മാറ്റിയിട്ട് യേശുവിനെ കാണാനല്ല, എൻ്റെതായ കുറവിനെ പരിഹരിച്ചുകൊണ്ട് അവനിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന, എൻ്റെ കൂടെ നടക്കുന്ന, എന്നെ വിളിക്കുന്ന, എന്നോട് സംസാരിക്കുന്ന, എൻ്റെ ഭവനത്തിൽ എന്നോട് കൂടെ വസിക്കുന്ന ഒരു യേശുവിനെ അനുഭവിച്ചറിയാൻ എനിക്ക് കഴിയും എന്ന് മാത്രമല്ല, ആ അനുഭവങ്ങൾ എന്നിൽ ചില തീരുമാനങ്ങൾ എടുപ്പിക്കാൻ പ്രാപ്തി പകരുന്ന മേഖലകളിലേക്ക് എന്നെ തിരിക്കും എന്നുള്ളതാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഒരു തിരിവുകൾ സംഭവിക്കട്ടെ. ചില ഡിസിഷനുകൾ നിങ്ങളുടെ ജീവിതത്തെ ഉദ്ധരിക്കും, ചില ഡിസിഷനുകൾ നിങ്ങളുടെ ജീവിതത്തെ തിരിക്കും. ഈ വചനത്തിൽ നിന്ന് ശക്തമായ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം പകർന്നു തരട്ടെ. ഇതുവരെ എടുക്കാത്ത ചില ഡിസിഷനുകൾ ഇന്നെടുക്ക്. ഇത് ഒരു അത്ഭുതത്തിന്റെ സീസണായി, ഇതൊരു അതിശയത്തിന്റെ പ്രവൃത്തികളായി ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഇതുവരെ നഷ്ടപ്പെട്ട രക്ഷയെ അനുഭവിക്കുന്ന മേഖലയിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ ഉദ്ധരിച്ചെഴുന്നേൽപ്പിക്കാൻ ദൈവം ഇതിലൂടെ സഹായകരമാക്കി തീർക്കുമാറാകട്ടെ. ഈ നല്ല വചനങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. ആത്മശക്തി പ്രാപിച്ച്, ആത്മചൈതന്യത്തിൽ ദൈവിക വിടുതലുകളെ പ്രാപിച്ചുകൊണ്ട് അബ്രാഹാമിന്റെ മകനായി, മകളായി ജീവിച്ച് സാക്ഷിയായി നിൽക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.